മുണ്ടിയെരുമയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഡിവൈഡർ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. വാഹനമോടിച്ച കമ്പമെട്ട് സ്വദേശിക്കും മുണ്ടിയെരുമ സ്വദേശിക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപ്പോൾ തന്നെ ഇവരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് കമ്പമെട്ട് സ്വദേശിയെ കട്ടപ്പനയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ട് 4:30 അപകടം നടന്നത്. നെടുങ്കണ്ടത്തു നിന്നും തൂക്കുപാലം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനം ഇടിച്ച ശേഷം എതിർദിശയിലേക്ക് തിരിഞ്ഞ വീടിന് മുകളിലേക്ക് മറയുകയായിരുന്നു. അമിത വേഗതയിലായിരുന്ന വാഹനം ഡിവൈഡറിൽ ഇടിച്ചെങ്കിലും ഡിവൈഡർ ഇടിച്ചു തെറിപ്പിച്ചാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവം ഒരു 2 പേരുണ്ട് യാത്രയിൽ. ഒരു വാഹനമായിട്ട് വരികയായിരുന്നു. ഇവിടെ ഈ വളവിൻ്റെ ഒരു പ്രശ്നമാണ്. ആ വളവ് നിരന്തരമായിട്ട് ഇവിടെ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2 പേർക്ക് വളരെ ഗുരുതരമായ പരിക്കാണ്. വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.